അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ചേലക്കര തെണ്ടൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ 14ാമത് പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെയും 3ാമത് ശ്രീമദ് ദേവി മഹാഭാഗവത നവാഹ യജ്ഞത്തിന്റെയും നോട്ടീസ് പ്രകാശനം നടന്നു. യജ്ഞാചാര്യൻ ഗോപകുമാർ ദേവി കൃപ പ്രകാശന കർമ്മം നിർവഹിച്ചു. ജനുവരി 26 മുതൽ ഫെബ്രുവരി 4 വരെയാണ് 14ാമത് പ്രതിഷ്ഠാദിന മഹോത്സവവും 3ാമത് ശ്രീമദ് ദേവി മഹാഭാഗവത നവാഹയജ്ഞവും നടക്കുന്നത്. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് രവീന്ദ്രൻ, സെക്രട്ടറി രാജേഷ് വില്ലടത്ത്, ട്രഷറർ ഉണ്ണികൃഷ്ണൻ കോക്കൂരി തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ജനുവരി 26 വൈകിട്ട് 6 മണിക്ക് ദീപപ്രോജ്വലനം നടക്കും. ബ്രഹ്മശ്രീ ഭാഗവതമ സംശിവാഗമ ചൂടാമണി അഡ്വക്കേറ്റ് ടി.ആർ. രാമനാഥൻ വടക്കൻ പറവൂരിന്റെ സാന്നിധ്യത്തിൽ യജ്ഞത്തിന് തിരിതെളിയിക്കും. യജ്ഞാചാര്യനായി ഗോപകുമാർ ദേവിക കൃപ, സഹാചാര്യനായി വേലുക്കുട്ടി നായർ, സഹാചാര്യായി സാവിത്രിയമ്മ എന്നിവർ ചടങ്ങിന് കാർമ്മികത്വം വഹിക്കും. തുടർന്ന് തിരുവാതിരക്കളി അരങ്ങേറും. ഫെബ്രുവരി 4-ാം തീയതി അണ്ടലാടി മനപരമേശ്വരൻ തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. ചേലക്കര തെണ്ടൻകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഈ വർഷം 2025 ജനുവരി 26 മുതൽ ശ്രീമദ് ദേവി മഹാഭാഗവത നവാഹ യജ്ഞവും 3ാമത് ശ്രീമദ് ദേവി ഭാഗവത നവാഹ യജ്ഞവും 14ാമത് പ്രതിഷ്ഠാദിനവും 26 മുതൽ ഫെബ്രുവരി 4 കൂടി നടത്തുകയാണ്. എല്ലാ ഭക്തജനങ്ങളും ചേലക്കര തെണ്ടൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ നവാഹ യജ്ഞത്തിലും പ്രതിഷ്ഠാദിന മഹോത്സവത്തിലും പങ്കുകൊണ്ട് ദേവിയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര.